കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹി സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന യു ഡി എഫിനെ രൂക്ഷമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വിമർശിച്ചു. കേരളം ദുരിതം അനുഭവിച്ചപ്പോഴൊന്നും യു ഡി എഫ് ജനങ്ങൾക്കായി സമയം മാറ്റിവെച്ചിട്ടില്ല. കർണാടക മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നത് എന്തിനാണെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കാനുള്ളത്. പിന്നിൽ നിന്ന് കുത്തുന്നവരെ ജനം തിരിച്ചറിയുമെന്നും ഇ പി ജയരാജൻ 24നോട്. ഡൽഹിയിലെ കേരള സർക്കാരിന്റെ സമരം അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇപ്പോൾ 24നോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു വിയോജിപ്പിലേക്കാണ് കടക്കുന്നത്. സംസ്ഥാന യു ഡി എഫ് ഈ സമരത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്നു. അവർ പറയുന്നത് കേരളത്തിനും പങ്കുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് എന്നാണ്. എന്താണ് ഇതിൽ പ്രതികരിക്കണം? അവരോടൊരു ചോദ്യം, എന്തിനാ ഡി ശിവകുമാറും കർണാടക മുഖ്യമന്ത്രിയും നാളെ ഇവിടെ വരുന്നത്? അവരുടെ പങ്കുണ്ടായതുകൊണ്ടാണോ? കർണാടകത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സഹായിക്കുന്നില്ല, അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരിവിടെ വരുന്നത്? ഇനി കേരളത്തിൻ്റെ കാര്യമെടുക്കാം. കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പദ്ധതിയോട് സഹകരണാത്മകമായ നിലപാട് യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 7 വർഷക്കാലമായി എന്തൊക്കെ സംഭവം ഉണ്ടായി? മഹാമാരകമായ രോഗങ്ങൾ, നിപ്പ വൈറസ്, കോവിഡ്, പ്രളയം. ഈ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്പസമയമെങ്കിലും നീക്കിവെച്ച പാർട്ടിയാണോ യു ഡി എഫ്, കോൺഗ്രസ്? വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രളയകാലത്ത് സഹായം തരാമെന്ന് പറഞ്ഞു. ഇന്ത്യ ഗവൺമെൻറ് അനുവദിച്ചില്ല. ആ സഹായം നമുക്ക് കിട്ടിയില്ല. എന്നാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, അധ്യാപകരുണ്ട്. അവരിൽ നിന്ന് 6 മാസത്തേക്ക് അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു സാലറി ചാലഞ്ച്, ഒരു ചെറിയ കടം 6 മാസത്തിനുള്ളിൽ പലിശ സഹിതം നിങ്ങൾക്ക് തിരിച്ചു തരാം. അവരെല്ലാം അംഗീകരിച്ചു. ആ പണപ്പിരിവ് നടത്തിയപ്പോൾ അതിനെ എതിർത്തില്ലേ? ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മുഴുവൻ വികസനത്തിനും ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഷമം അനുഭവിക്കുന്ന കാലത്ത് അതിനെ സഹായിക്കുന്ന നിലപാട് ഏതെങ്കിലും കാര്യത്തിലെടുത്തിട്ടുണ്ടോ? കേരള ജനതയുടെ വിരുദ്ധ നിലപാട്, ജനങ്ങൾക്കെതിരായിട്ടുള്ള വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന, ജനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ, കോൺഗ്രസിൻ്റെ പ്രഖ്യാപനമായിട്ട് അത് കണ്ടാൽ മതി. പ്രധാനമായിട്ട് ഉയർത്തുന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലും ചിലവേറിയ നവകേരള യാത്ര നടത്തി എന്നുള്ളതാണ്. നവകേരള യാത്രക്ക് ഗവൺമെൻറ് ഖജാനാവിൽ നിന്ന് പണവും ചിലവാക്കി. അതൊക്കെ വ്യക്തമായി കഴിഞ്ഞില്ലേ? അത് സ്പോൺസർ ചെയ്തും ജനങ്ങളെ സഹായിച്ചും ഇങ്ങനൊരു വലിയ പരിപാടി നടക്കുമ്പോൾ കുറച്ച് പൈസ ചിലവാകില്ലേ? ആ ചിലവാകുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? വലിയ തരത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരും. നമ്മളിപ്പോൾ റോഡ് നിർമ്മിക്കുന്നു, ചിലവാക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കുമ്പോൾ ചില റിട്ടേൺസ് ഉണ്ടാവും. അതൊക്കെയാണ് ഈ രംഗത്തുള്ളത്. അതുകൊണ്ട് കേരളം ഇങ്ങനെ ഒന്നും ചെയ്യാതെ എല്ലാവരും അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടണമെന്നാണോ? മറ്റൊന്ന്, ഇതിലേക്ക് ഈ ഡൽഹിയിലെ സമരത്തിലേക്ക് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ ക്ഷണിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് കത്തയച്ചിരുന്നു. അതിനുവേണ്ടി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയെങ്കിലും ഇതുവരെയും ആ സമയം ലഭിച്ചിട്ടില്ല. ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു സമ്മർദ്ദം മൂലമാണോ ഇപ്പോൾ ഈ ദേശീയ നേതൃത്വം ഇതിൽ പ്രത്യേകിച്ചൊരു അഭിപ്രായം പറയാത്തത്? അത് അവർ പറയേണ്ട കാര്യമാണ്. ഞങ്ങളുടെ ചുമതല എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ വിശാലമായ കാഴ്ചപ്പാട് അതാണ് ഡൽഹി സമരത്തിന് മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷത്തെ ക്ഷണിച്ചത്. തീർച്ചയായിട്ടും യു ഡി എഫ് ഈ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് അത് ജനവിരുദ്ധമാണ്. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കാൻ ഈ സമരത്തിലൂടെ കഴിയുമെന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇപ്പോൾ 24നോടൊപ്പം വ്യക്തമാക്കിയിരിക്കുന്നത്. ആർ അച്യുതൻ, ഡൽഹി. ഓക്കെ, താങ്ക് യു ആർ അച്യുതൻ ആൻഡ് ഇ പി ജയരാജൻ.